ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കിടന്നിരുന്നതും അപകടാവസ്ഥയിലായതുമായ വാഗമരങ്ങൾ മുറിച്ചുമാറ്റിയ കൊട്ടേഷൻ തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ തർക്കം. അജണ്ട വ്യക്തമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ബുധനാഴ്ച ചേർന്ന സാധാരണ കൗൺസിൽ യോഗത്തിലാണ് രണ്ടാമത്തെ അജണ്ടയായി വിഷയം ചർച്ചയ്ക്ക് വന്നത്. കണ്ണിയമ്പുറം തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കിടന്നിരുന്നതും അപകടാവസ്ഥയിലായതുമായ വാഗമരങ്ങൾ മുറിച്ചുമാറ്റിയ നടപടി സാധൂകരിക്കുന്നതും കൊട്ടേഷൻ തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് അവതരിപ്പിച്ചത്. 2 മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് 77,000 രൂപ അധികമാണെന്നും അജണ്ടയിൽ കൃത്യമായ വ്യക്തതയില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. തുടർന്ന് UDF, BJP അംഗങ്ങൾ അജണ്ടയിൽ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താനും ആവശ്യപ്പെട്ടു. വിയോജിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ CPM കൗൺസിലർമാർ 19 പേർ അജണ്ടയുമായി യോജിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായി. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.